എനിക്കിവിടെ പറ്റുന്നില്ല അമ്മ, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്, എനിക്ക് എന്തൊക്കെയോ പോലെ ആവുന്നു. ഇപ്പൊ കാനഡയിലൊക്കെ നിന്ന് ഭയങ്കരമായിട്ട് സ്റ്റോറി ഇടണവനൊക്കെ അവിടെ കഷ്ടപ്പെടുന്നതായിരിക്കും. ചിലപ്പോൾ 2-3 പാർട്ട് ടൈം ഒക്കെ ചെയ്ത് പഠിക്കാനൊക്കെ സമയം കണ്ടത് കഷ്ടപ്പെടും. പക്ഷെ അവന്റെ ഒരു ഫിൽറ്റേർഡ് ലൈഫാണ് ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇതെപ്പോഴും നമ്മൾ ചിന്തിക്കില്ല. ഇപ്പൊ നമ്മൾ മോസ്റ്റ് സക്സസ്ഫുൾ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും അവർ മാനസികമായിട്ട് എന്തൊക്കെയാണ് കടന്നു പോകണമെന്ന് നമുക്കറിയില്ല. ഇപ്പൊ റീസെന്റ് തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് എന്നൊരു ബിസിനസ്മാൻ പുള്ളി സൂയിസൈഡ് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയണത് നമുക്ക് വേണമെങ്കിൽ ഇൻസ്പിറേഷൻ എടുക്കാതെ എന്നൊക്കെ, പക്ഷെ അവരെല്ലാം ഫിഗർ ഔട്ട് ചെയ്ത ആൾക്കാരാണ് എന്നൊന്നും നമ്മൾ അല്ല. അതിലുപരി നമ്മൾ ബാക്കിലാണെന്ന് വിചാരിക്കേണ്ട ഒരാവശ്യമില്ല. എല്ലാത്തിനും അതിൻ്റെതായ ടൈമിംഗ് ഉണ്ട്. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അനാവശ്യമായിട്ടുള്ള അപ്ഗ്രേഡുകൾ അതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ കുറെ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഞാനും ഇതൊക്കെ ചെയ്തിരുന്ന ആൾ തന്നെ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യണ എൻ്റെ പ്രൈമറി സ്മാർട്ട് ഫോൺ 3.5 വർഷമായി. ഞാൻ മാറ്റിയിട്ടില്ല. കാര്യം എനിക്ക് മാറ്റേണ്ട ആവശ്യം തോന്നിയിട്ടില്ല. അത് വർക്ക് ചെയ്യുന്നുണ്ട്, മനസ്സിലായി. പക്ഷെ മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. 1 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഒരു പുതിയതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു തോന്നല് അത് ചെയ്യുമായിരുന്നു. അതിന്റെ പുറത്ത് പൈസ സ്പെൻഡ് ചെയ്തു. ഇപ്പൊ ഞാൻ അങ്ങനത്തെ ശീലങ്ങളൊക്കെ മാറ്റി.